സാരിയാ കറക്കി വെച്ചിട്ട് ഇവിടെ തന്നെ കിടന്നത്. ഈ കട മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് രാത്രി. അവർ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് ഈ കുഞ്ഞുങ്ങള് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. എല്ലാ കുട്ടികളും സ്കൂളിന് അവധി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ഇവരൊരിക്കലും അവധി കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം സ്കൂളിൽ പോയാലേ വിശപ്പകറ്റാം. സാധനങ്ങളെല്ലാം പറക്കി ഡെസ്ക് മേല് അടിയിൽ വെച്ചിട്ട് അതില് മേല് കയറ്റി കിടത്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഈ ഡെസ്കല്ലിരുന്ന് നേരം അവർക്ക് രണ്ടുപേർക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളതിൽ. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഇന്ന് സ്കൂളിൽ പോയിട്ടാണ് ചോറുണ്ടായി. പുനലൂരിനും പത്തനാപുരത്തിനും ഇടയിലുള്ള മുക്കടവ് എന്ന് പറഞ്ഞൊരു പ്രദേശമാണിത്. ഈ റോഡ് വശത്ത് കച്ചവടം നടന്നൊരു ചേച്ചിയാണിത്. ചേച്ചിക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല. റോഡ് വശത്തെ ഈ ഒരു കടയുടെ ഷെഡിലാണ് ഈ 2 മക്കളെയും കൊണ്ട് അന്തി ഉറങ്ങുന്നത്. 1 മാസത്തോളമായിട്ട് ചേച്ചി ഈ ഒരു കടയിലാണ് കിടന്നുറങ്ങുന്നത്. ഇന്നലെയൊക്കെയാണെങ്കിൽ തോരാ മഴയാണ്. ആ മഴയത്ത് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കണ്ട് ഇവിടെയാണ് കിടന്നത്. സ്വന്തമായി സ്ഥലവും വീടും താൽക്കാലികമായ ഒരു ഷെഡ് അടിച്ചാ വെട്ടിത്തിട്ട് ജംഗ്ഷനിലൊരു കട തുടങ്ങിയത്. എനിക്കറിയില്ല എങ്ങനെ എന്റെ ജീവിതവും എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതവും എങ്ങനെ പോകും. തൽക്കാലം ഒരു വാടക വീടെങ്കിലും ഞാൻ എനിക്ക് എടുത്തു തന്ന് സഹായിക്കണം എല്ലാവരും.